ലോകം ആണവായുധങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തർക്കം നടക്കുകയാണ്. ഈ പശ്ചിമേഷ്യ യുദ്ധം പോലും ഇറാന്റെ ആണവായുധത്തെ ചൊല്ലിയാണ്. അപ്പോൾ ഇന്ത്യ മുൻകാലങ്ങളിൽ ആണവായുധത്തിന് വളരെ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. ആണവായുധം നമ്മളിങ്ങനെ തീണ്ടപ്പാടകലെ നിർത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്. ആണവായുധം കാണിച്ചാണ് പാകിസ്ഥാൻ നമ്മളെ ചെറുതായിട്ട് പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ നയം മാറുകയാണ്. ആണവായുധത്തിന്മേലുള്ള ഇന്ത്യയുടെ നയം മാറുന്നു. എന്താണ് അങ്ങനെ ഒരു നയമാറ്റത്തിന്റെ കാരണം? നയം മാത്രമല്ല, ഇന്ത്യയിൽ ആ ആണവായുധം ഉപയോഗിക്കുന്ന രീതി തന്നെ മാറി. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അതായത് ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് SIRP ഓക്കെ, അപ്പോൾ ഇവർ പുറത്തുവിട്ടൊരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ആണവായുധ നയം, അപ്പോൾ ഇന്ത്യയുടെ ആണവായുധ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉപയോഗിക്കില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ശത്രു രാജ്യം നമുക്കെതിരെ ആക്രമണം നടത്തിയാൽ മാത്രമേ ആണവായുധം ഉപയോഗിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു നയം. ഈ നയം ഉണ്ടായത് പൊഖ്രാനിൽ വാജ്പേയിയുടെ കാലത്ത് നമ്മൾ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ വലിയ അന്താരാഷ്ട്ര ഉപരോധമൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ചൊരു നയമാണിത്. ഞങ്ങൾ നമ്മുടെ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്, ഏതു രാജ്യത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇതിന് നമ്മുടെ ഡിഫൻസ് ക്യാബിനറ്റ് കമ്മിറ്റി ഇതിന് അംഗീകാരം കൊടുത്തോടുകൂടി 2023 ശേഷം ഇന്ത്യയുടെ അംഗീകൃത ആണവ നയം ഇതാണ്. ഇന്ത്യ ഒരിക്കലും ആണവായുധം ആദ്യം ഉപയോഗിക്കില്ല. ഇത് തന്നെയാണ് ചൈനയും പിന്തുടരുന്ന നയം. പക്ഷേ സമീപകാല സംഭവങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിന് ശേഷം പാകിസ്ഥാൻ നിരന്തരം യുദ്ധഭീഷണി മുഴക്കുകയും ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു കേവലമായൊരു ഭീഷണി മാത്രമായിട്ട് അതിനെ കാണാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ ഒരു ആണവായുധം ഉപയോഗിക്കണമെങ്കിൽ പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു സമിതി അതിന് അംഗീകാരം കൊടുക്കണം. അത് മാത്രമല്ല, ഇന്ത്യയിൽ ആണവായുധം സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും രണ്ട്. അതായത് ഒരു ആണവായുധം വേറെ, ഈ ആണവായുധം വഹിക്കുന്ന വാഹനം വേറെ. അതിപ്പോൾ ഒരു മിസൈലാകാം, അല്ലെങ്കിൽ ആണവായുധം വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു വിമാനമാകാം. ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ചിട്ടായിരിക്കില്ല ഇന്ത്യയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആ നയം ഒന്ന് മാറി. ഈ ട്രയാഡ്സ് എന്നാണ് നമ്മൾ ഈ ആണവായുധത്തെ ആണവായുധം ഉപയോഗിക്കുന്ന രീതിയെ. അതൊന്നെങ്കിൽ കരസേന, വായുസേന അല്ലെങ്കിൽ നാവികസേന, 3 പേർക്കും ആണവായുധം ഉപയോഗിക്കാനായിട്ടുള്ള ശേഷിയുണ്ട്. വായുസേന വിമാനം വഴി ആണവായുധം പ്രയോഗിക്കാം. അതിപ്പോൾ ഏതെങ്കിലും ഒരു മിസൈലിൽ ഘടിപ്പിച്ചിട്ടോ ബോംബിന്റെ രൂപത്തിലോ ആകാം. കരസേന റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ച്, ഇപ്പോൾ അഗ്നി മിസൈൽ പോലെയുള്ള മിസൈലുകളിൽ ഇത് ഘടിപ്പിച്ച് തൊടുത്തുവിടാം. ഇനി നാവികസേനയാണെങ്കിൽ ഇപ്പോൾ INS വിക്രാന്ത് പോലെയുള്ള വിമാനവാഹിനി കപ്പലുകളിൽ വലിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വരെ തൊടുത്തുവിടാനായിട്ടുള്ള ശേഷിയുണ്ട്. ഇത് കൂടാതെ ഇന്ത്യയുടെ പ്രധാന സംഗതി അന്തർവാഹിനികളാണ്. മുൻകാലങ്ങളിൽ അന്തർവാഹിനികളിൽ ആണവായുധം ഉപയോഗിക്കുന്ന പരിപാടി ഇന്ത്യക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ INS അരിഹന്ത് എന്ന് പറയുന്ന ഒരു അന്തർവാഹിനി 2016 ശേഷം ഇന്ത്യ തുടങ്ങി വെച്ചതാണ് ഈ അരിഹന്ത് ക്ലാസ്. അതായത് നമ്മൾ നിലവിലുള്ള സാങ്കേതിക വിദ്യയിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പരിപാടിയിലേക്ക് കടക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന കപ്പലിന് ഇടുന്ന പേര് തന്നെയായിരിക്കും അതിന് ശേഷമുള്ള കപ്പലിന്. അത് തന്നെയാണ് ആദ്യം ഇറങ്ങിയ അരിഹന്താണ്. അപ്പോൾ അരിഹന്ത് ക്ലാസ്സിൽപ്പെട്ടതായിരിക്കും, അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതല്ല. അപ്പോൾ അങ്ങനെ 3 അന്തർവാഹിനികൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് 2016 വന്ന അരിഹന്ത്, പിന്നെ അരിധമാൻ, പിന്നെ അരിഖാത്ത്. അരിഖാത്ത് 2024, അരിധമാൻ 2026. ഈ 3ഉം ആണവ ആയുധ ശേഷിയുള്ള അന്തർവാഹിനികളാണ്. ഇതിന് ശേഷം ഇതിൻ്റെയൊക്കെ ഡബിൾ വരുന്ന, നിലവിലുള്ള അന്തർവാഹിനിയേക്കാൾ വലിപ്പവും ശേഷിയും കൂടുതലുള്ള S5 ക്ലാസ് അന്തർവാഹിനികൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ K6 എന്ന് പറയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വരെ ഏതാണ്ട് 30,000 കിലോമീറ്റർ വരെ എന്ന് പറയപ്പെടുന്നു. അത്രയും വരെ ശേഷിയുള്ള വലിയ മിസൈലുകൾ വഹിക്കാനായിട്ടുള്ള വലിയ അന്തർവാഹിനി ഇതെല്ലാം ഇന്ത്യ പ്ലാൻ ചെയ്യുന്നു. ഇതിപ്പോൾ മൊത്തം പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറയുന്നത് 2.1 ലക്ഷം കോടി രൂപയാണ്. ഇപ്പോൾ ഈ അരിഹന്ത് പദ്ധതിക്ക് വേണ്ടി മാത്രം ഇപ്പം 3 നമ്മുടെ സർവീസിലുണ്ട്. 6 കൂടി ഈ അരിഹന്ത് ക്ലാസ്സിൽപ്പെട്ട ആണവ ആയുധ ശേഷിയുള്ള മിസൈൽ വഹിക്കാൻ ശേഷിയുള്ള അന്തർവാഹിനികൾ കൂടി കൊണ്ടുവരുന്നു. അപ്പോൾ ഈ മൊത്തം 9 അന്തർവാഹിനികൾക്ക് മാത്രം 90,000 ലക്ഷം കോടി രൂപയാണ് നമ്മൾ വകയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തിന് ഈ അന്തർവാഹിനികൾ? മുമ്പേ തന്നെ നമ്മൾ അന്തർവാഹിനികളുടെ സാധ്യത തിരിച്ചറിഞ്ഞിരുന്നു.
അപ്പോൾ ഈ ആണവായുധ ശേഷിയുള്ള അന്തർവാഹിനികൾ നമ്മൾ റഷ്യയിൽ നിന്ന് വാടകയ്ക്ക് എടുത്തിരിക്കുകയായിരുന്നു 86 മുതൽ ഇങ്ങോട്ട്. ചക്ര എന്ന പേരിലുള്ള ചക്ര 1, ചക്ര 2 അങ്ങനെ 2 അന്തർവാഹിനികൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ആണവ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറം അതിന് ആണവായുധം പ്രയോഗിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് അത് ഉപയോഗിക്കാൻ അപ്പോൾ നമുക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കത് റഷ്യക്ക് മടക്കി കൊടുത്തു. നമ്മൾ സ്വന്തമായിട്ടിപ്പോൾ ഈ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇപ്പോൾ അടിസ്ഥാന ചോദ്യം ഇതാണല്ലോ, ഈ അന്തർവാഹിനികളുടെ പ്രാധാന്യം എന്ത്? ഈ അന്തർവാഹിനികളിൽ ഈ ആണവായുധം വഹിക്കാനുള്ള കാരണമെന്ത്? ഉത്തരം വളരെ ലളിതമാണ്. കാരണം ഇന്ത്യ എടുത്തിരിക്കുന്ന പോളിസി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല. ഏതെങ്കിലും ഒരു രാജ്യം ആണവായുധം പ്രയോഗിച്ചാൽ മാത്രമേ നമ്മൾ തിരിച്ചടിക്കുകയുള്ളൂ, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആദ്യം ആയുധം പ്രയോഗിക്കുന്ന രാജ്യം നമ്മുടെ നിലവിലുള്ള ആയുധശേഷിയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് നടത്തുന്നതെങ്കിൽ, ഇപ്പൊ നിലവിൽ വായുസേനയ്ക്കോ അല്ലെങ്കിൽ കരസേനയ്ക്കോ നിശ്ചിതമായ സ്ഥലങ്ങളിലായിരിക്കും അവരുടെ സംഗതികൾ സൂക്ഷിച്ചു വെക്കുക. പക്ഷെ ഒരു അന്തർവാഹിനിയിൽ ഈ ആണവായുധങ്ങൾ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മുടെ ആണവശേഷി കൃത്യമായി ഉറപ്പിക്കാൻ പറ്റുന്ന ഏക സംവിധാനം അന്തർവാഹിനികളാണ്. അപ്പോൾ മറ്റ് സംവിധാനങ്ങളിൽ ആണവായുധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അന്തർവാഹിനികളിലോട്ടുള്ള ശ്രദ്ധ തിരിയാനായിട്ടുള്ള പ്രധാന കാരണം ഇതാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. ഇനി ഈ സിപ്രിയുടെ കണക്ക് പ്രകാരം, ഈ അന്താരാഷ്ട്ര ഏജൻസിയുടെ കണക്ക് പ്രകാരം ഇന്ത്യ ഇപ്പോൾ 12ഓളം മിസൈലുകളിൽ, ദീർഘദൂര മിസൈലുകളിൽ നമ്മുടെ ആണവ പോർമുനകൾ ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്ത. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നയവ്യതിയാനം. ഇന്ത്യ ഒരിക്കലും ആണവായുധം ആദ്യം എടുത്ത് പ്രയോഗിക്കുന്ന രാജ്യമല്ല. അങ്ങനെ ഒരു രാജ്യം ഒരു ആക്രമണം വന്നതിന് ശേഷം മാത്രമേ ഇത് കൂട്ടി യോജിപ്പിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പൊ അഗ്നി മിസൈൽ അടക്കമുള്ളതൊക്കെ പ്രത്യേക അറകളിൽ സൂക്ഷിച്ചു വെച്ചേക്കുകയാണ്. അതെടുത്തൊരു ലോഞ്ചറിലോട്ട് വെക്കില്ല. പക്ഷെ ഇപ്പോൾ അത് മാറ്റി. ഇപ്പോൾ ആണവായുധങ്ങൾ ഘടിപ്പിച്ച് വിക്ഷേപിക്കാൻ ഏത് നിമിഷവും ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഏത് നിമിഷവും വിക്ഷേപിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇതിന് കാരണം വളരെ വ്യക്തമാണ്. പാകിസ്ഥാൻ നിരന്തരമായ ഭീഷണി മുഴക്കുന്നു. തൊട്ട അയൽരാജ്യമായ ചൈനയും ആണവ ശേഷിയിൽ വലിയ വർധനവുണ്ടായിരിക്കുന്നു. അതേപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഈ ആണവ നിർവ്യാപന സാധ്യതകളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റഷ്യയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളാണ്. അമേരിക്കയാണ് ഏറ്റവും ആദ്യം ആറ്റം ബോംബ് ഉപയോഗിച്ചത്. അവരൊക്കെ ഇപ്പോൾ പഴയ കാലത്ത് ഉണ്ടാക്കി വെച്ച ആറ്റം ബോംബുകളൊക്കെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ മുൻകാലങ്ങളിൽ, അതായത് ശീതയുദ്ധ കാലത്തായിരുന്നു ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇപ്പോൾ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ കണക്ക് പ്രകാരം ഏകദേശം 12,187 ആണവായുധങ്ങൾ മാത്രമേ ലോകമെമ്പാടും ഉള്ളൂ. അതിൽ പ്രധാനമായിട്ട് അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, നോർത്ത് കൊറിയ, ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾ. പിന്നെ അമേരിക്കയുടെ ചില സഖ്യ രാജ്യങ്ങൾക്ക് അമേരിക്കയായിട്ട് അവരുടെ കൈവശമുള്ള ആറ്റം ബോംബുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രാജ്യങ്ങളുടെയൊക്കെ കയ്യിലാണ് ഇപ്പോൾ ആറ്റം ബോംബ് ഉള്ളത്. അതിൽ തന്നെ ഏതാണ്ട് 9,745 എണ്ണമാണ് സൈന്യത്തിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. അതിലേതാണ്ട് 4,000 ചില്ലുവാനുമാണ് ഒരു എന്താ പറയാ സർവ്വസജ്ജമാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിലുള്ളത്. അപ്പൊ ഇത് പൊതുവെ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ ആണവായുധങ്ങളുടെ എണ്ണത്തിൽ ഒരു താഴോട്ടുള്ളൊരു ട്രെൻഡാണ് കാണിക്കുന്നത്. ആളുകൾക്കൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ നേരത്തെ ഉള്ള ഒരു സൂചന അനുസരിച്ച് 180 ആറ്റം ബോംബുകൾ ഇന്ത്യയുടെ കയ്യിലുണ്ട് എന്നുള്ളതായിരുന്നു നേരത്തെ കഴിഞ്ഞ വർഷത്തെ കണക്ക്. അതിപ്പോൾ 190ആയി. ഒരു 10 കൂടി. പാകിസ്ഥാന്റെ കയ്യിൽ 170 ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പോഴും 170 തന്നെ. അവർ കൂട്ടിയിട്ടില്ല. അവർക്ക് എന്തുകൊണ്ട് കൂട്ടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ആണവായുധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ചിട്ട പോലെ നടക്കുന്ന കാര്യമല്ല. അതിനെ യുറേനിയം 90% വരെ സമ്പുഷ്ടീകരിക്കണം. എങ്കിൽ അതൊരു ആക്രമണ ഉപയോഗത്തിന് അല്ലെങ്കിൽ ഒരു ആയുധമാകി മാറുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ സമ്പുഷ്ടീകരിക്കണമെങ്കിൽ ഈ സെൻട്രിഫ്യൂഗുകൾ, അതായത് യുറേനിയം എന്ന് പറയുന്ന പ്രകൃതിദത്തമായ ഒരു മൂലകമാണ്. അതിനെ ശുദ്ധീകരിച്ച് വരേണ്ട ആ ഒരു സംവിധാനത്തെയാണ് സെൻട്രിഫ്യൂഗ് എന്ന് പറയുക. അത് വർഷങ്ങളോളം പ്രവർത്തിപ്പിച്ച് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ഈ യുറേനിയത്തെ 90% വരെ സമ്പുഷ്ടീകരിച്ചെടുക്കുക. അപ്പോൾ അതല്ലെങ്കിൽ ഈ ആണവ നിലയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യമായ പ്ലൂട്ടോണിയം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതിനെയും നമുക്ക് ആണവായുധമാക്കി മാറ്റാം. പക്ഷെ അതിനങ്ങനെ മാറ്റിയെടുക്കുന്നതിന് വളരെ സൂക്ഷ്മമായ കുറെ നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കണം. ഒരുപാട് അപകട സാധ്യതയുണ്ട്. വലിയ ടെക്നിക്കൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അതിനും വലിയ സാമ്പത്തിക ചെലവുണ്ട്. അതൊക്കെ അത്ര പെട്ടെന്ന് സാധ്യമല്ല. പാകിസ്ഥാൻ അതിനുള്ള നിലവിലുള്ള അവസ്ഥയിൽ അവർക്ക് സാധ്യമല്ലാത്തത് കൊണ്ടാണ് അവർ ആ 170 ആറ്റം ബോംബിൽ നിൽക്കുന്നത്. ഇന്ത്യ കുറെ കൂടി മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥയിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ സാങ്കേതികമായി മെച്ചപ്പെട്ടുള്ളതുകൊണ്ടാണ് ഇന്ത്യയുടെ ആണവ ബോംബുകളുടെ എണ്ണം 10 കൂടി ഇപ്പോൾ കൂടിയത്. അത് ഇനിയും കൂടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ
നമ്മൾ ചൈനയുടെ കാര്യവും കൂടി പരിഗണിക്കണം. ചൈനയുടെ കയ്യിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 20 ആറ്റം ബോംബ് അവർ കൂടുതൽ വെച്ചിട്ടുണ്ട്. കൂടാതെ അവർ വടക്കൻ മേഖലകളിൽ, ഇന്ത്യയോടുള്ള അതിർത്തി മേഖലകളിൽ ഇതേപോലെ അവരും ആണവായുധം ആദ്യം ഉപയോഗിക്കില്ല എന്നൊരു പോളിസി എടുത്ത രാജ്യമാണ്. പക്ഷെ അവരും ഇന്ത്യയെ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളെ ലക്ഷ്യമാക്കി അവരും ആണവ പോർമുനകൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ടുണ്ട്. അപ്പൊ അതും കൂടി പരിഗണിച്ചാണ് വാസ്തവത്തിൽ ഈ ആണവ ആക്രമണ കാര്യത്തിൽ പാകിസ്ഥാൻ നിരന്തരം വെല്ലുവിളിക്കുന്നെങ്കിൽ പോലും ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി ചൈനയാണ്. കാര്യം ഇന്ത്യക്കുള്ളതിനേക്കാൾ ഇരട്ടിയോളം ആണവായുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു നിരവധിയായ രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കി കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഉള്ള പരിപാടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ആറ്റം ബോംബുകളുടെ എണ്ണം ഇങ്ങനെ വളരെ കുറച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഇനിയും നിലവിലെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് കൂടി വരുന്നുണ്ട്. ഏതായാലും ഈ സിർപിയുടെ അതായത് ഇന്റർനാഷണൽ പീസ് റിസർച്ച് സിപ്രി, അത് തന്നെ ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് അവർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ പ്രതിരോധ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കുന്ന തുക 92.1 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 8.9% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അമേരിക്കയുടെ കാര്യം നോക്കുമ്പോൾ അവർ മൊത്തം ചെലവാക്കുന്നത് 954 ബില്യൺ അമേരിക്കൻ ഡോളർ ചെലവാക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ അത് 7.5% തുക കുറവാണ്. അപ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു? നിരവധിയായ ആറ്റം ബോംബുകൾ നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ആ കാര്യത്തിൽ നയവ്യതിയാനം തന്നെ വരുത്തുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ സമീപകാലത്ത് അനുഭവിക്കുന്ന വെല്ലുവിളികൾ അത്രയ്ക്ക് വലുതാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്.